നമസ്കാരം. എൽസാ-3 കപ്പൽ മുങ്ങിയതിന് ശേഷം സംസ്ഥാന സർക്കാർ 9,532 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി കോടതി വഴി കപ്പൽ കമ്പനിക്കെതിരെ ക്ലെയിം ചെയ്തത്. ഈ തുക പലരെയും അമ്പരപ്പിച്ചു കളഞ്ഞു. ഇത്രയും വലിയൊരു ഭീമമായ തുക എങ്ങനെ, എന്താണ് ഇതിൻ്റെ കാരണം? അപ്പോൾ അത് കപ്പൽ കമ്പനി ഇത് നൽകാൻ ഒരിക്കലും തയ്യാറല്ല. എന്നാൽ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു വലിയ ഭീമമായ നഷ്ടപരിഹാര തുക ക്ലെയിം ചെയ്തെങ്കിലും അതിനെ സാധൂകരിക്കുന്ന രേഖകളോ അതിനെ വേണ്ടുന്ന ഘടകങ്ങളോ ഒന്നും കോടതിയിൽ പിന്നീട് മിണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ കോടതിയിൽ പിന്നീട് ഹാജരാക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ടും കപ്പൽ കമ്പനി ഒരു ഹർജി നൽകി. ഇത്രയും വലിയൊരു തുക ക്ലെയിം നൽകാൻ പറ്റില്ല, ഇത് കുറയ്ക്കണം എന്ന് പറഞ്ഞൊരു ഹർജി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ നമ്മൾ നൽകിയ നഷ്ടപരിഹാര തുക കിട്ടുവാൻ വേണ്ടിയുള്ള ശ്രമമോ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതുകൊണ്ടും കോടതി തന്നെ ഒരു തുക നിശ്ചയിച്ചു. 1,227 കോടി രൂപ കപ്പൽ കമ്പനി നഷ്ടപരിഹാരമായിട്ട് നൽകണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കപ്പൽ കമ്പനിയുടെ അക്വിറ്റേറ്റ എന്ന 10-30 കോടി രൂപ വില വരുന്ന ഒരു കപ്പൽ വിഴിഞ്ഞത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഈ തുക കപ്പൽ കമ്പനി കെട്ടിവെക്കണമല്ലോ. അപ്പോൾ ഇതിനായിട്ടും ഒരു പരിശ്രമമോ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖകളോ എന്തെങ്കിലും ഒരു ശ്രമമോ അല്ലെങ്കിൽ നേരത്തെ നൽകിയ നഷ്ടപരിഹാരം തന്നെ ലഭിക്കണം എന്ന് പറഞ്ഞൊരു തടസ്സ ഹർജിയോ അങ്ങനെ ഒന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. ഇത് ആർക്കോ വേണ്ടി ഒരു സഹായിക്കാൻ വേണ്ടി എന്ന പോലെ ഉള്ള ഇതാരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. കേരള തീരത്ത് കപ്പൽ മുങ്ങി, അതിൽ മാരകമായ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന കണ്ടെയ്നറുകളുണ്ട്. ഈ കണ്ടെയ്നറുകളും അതുപോലെ തന്നെ ഈ കപ്പലും എല്ലാം കടലിൻ്റെ അടിത്തട്ടിൽ വിവിധ ഭാഗങ്ങളിലായി കിടക്കുകയാണ്. അത് എടുക്കാനുള്ള ശ്രമം ഒന്നുമില്ല. അപ്പോൾ കപ്പൽ കമ്പനി നോക്കിയപ്പോൾ ഈ 1,227 രൂപ കെട്ടിവെക്കുന്നതും അവർക്കൊരു പ്രയാസം. ഇതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഇതിനെ സാധൂകരിക്കാനോ ഒന്നും എതിർക്കാനോ ഒന്നും ആരുമില്ല. അപ്പോൾ അവരത് 135 കോടി രൂപയായി ലിമിറ്റേഷൻ ഓഫ് ലൈബിലിറ്റി എന്ന നിയമപ്രകാരം ഒരു ഹർജി വീണ്ടും ഹൈക്കോടതിയിൽ നൽകി. ഇത് 1,227 കോടി 135 കോടിയായി കുറച്ചുകൊണ്ട് നൽകണം എന്ന ഒരു ഹർജി കപ്പൽ കമ്പനി വീണ്ടും നൽകി. അപ്പോഴും കേരളത്തിൻ്റെ പ്രതിനിധി കോടതിയിൽ ഇതിനെ എതിർക്കുകയോ പ്രതിരോധിക്കുകയോ തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയോ ഒന്നും ചെയ്തില്ല. സ്വാഭാവികമായിട്ടും മറ്റു ക്ലെയിമുകൾ എൽസാ-3 അപകടം മൂലം ഉണ്ടായ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും മറ്റും മത്സ്യത്തൊഴിലാളികൾക്കും ഉണ്ടായ നഷ്ടപരിഹാരത്തിൽ നൽകപ്പെട്ടിട്ടുള്ള അഡ്മിറാലിറ്റി സൂട്ടുകൾ ഫയൽ ചെയ്തിട്ടുള്ള ക്ലെയിമുകൾ, ആ ക്ലെയിമുകളുടെ ഭാഗമായിട്ട് സീനിയർ കോൺസൽ കോടതിയിൽ കപ്പൽ കമ്പനിക്കെതിരെ തടസ്സ ഹർജി ഫയൽ ചെയ്തു. അതായത് ലിമിറ്റേഷൻ ഓഫ് ലൈബിലിറ്റി എന്ന നിലയിൽ ഈ തുക കുറയ്ക്കുവാനാകില്ല, അത് നിലനിൽക്കില്ല എന്ന വാദം കോടതിയിൽ വളരെ ശക്തമായി ഉന്നയിച്ചുകൊണ്ട് മറ്റ് ക്ലെയിമുകൾക്ക് വേണ്ടി വാദിക്കുന്ന വക്കീൽ സീനിയർ കോൺസലായ വക്കീൽ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. കപ്പൽ കമ്പനിക്ക് വേണ്ടി ബോംബെയിൽ നിന്ന് വരെ വക്കീലന്മാരെ കൊണ്ടുവന്ന് വാദം നടന്നു. ആ വാദം നടക്കുകയും ആ നടക്കുന്നതിനിടയിൽ കപ്പൽ കമ്പനി 1,227 കോടി രൂപ ബാങ്ക് ഗ്യാരണ്ടിയായി കോടതിയിൽ കെട്ടിവെച്ച് അക്വിറ്റേറ്റ എന്ന കപ്പൽ റിലീസ് ചെയ്ത് ഇവിടുന്ന് പോയി. ഇതിൻ്റെ കാരണം ഈ ലിമിറ്റേഷൻ ഓഫ് ലൈബിലിറ്റി എന്നുള്ള ഹർജി നിലനിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് കപ്പൽ കമ്പനി 1,227 കോടി രൂപ കെട്ടിവെച്ച് ഇവിടെ നിന്ന് പോയത്. പിന്നെയാണ് ഇതിൻ്റെ ഒരു ട്വിസ്റ്റ്. കേരള സർക്കാർ ഈ നഷ്ടപരിഹാര തുക, വലിയൊരു തുക കപ്പൽ കമ്പനിയിൽ നിന്ന് നേടിയെടുത്tu എന്നുള്ള തരത്തിൽ ഒരു വലിയ വാർത്തകൾ കേരളത്തിലെമ്പാടും വാർത്താക്കുറിപ്പായി വന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണ്? 9,532 കോടി രൂപ ക്ലെയിം ചെയ്ത സ്ഥലത്ത് 1,227 കോടി രൂപയാണ് ലഭിച്ചത്. അപ്പോൾ ഈ 9,532 കോടി രൂപ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പാരിസ്ഥിതിക നാശം കണക്കാക്കപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ഈ എവിടെയാണ് പാരിസ്ഥിതിക നാശം ഉണ്ടായത്, എന്തൊക്കെയാണ് ഈ ഇത്രയും ക്ലെയിം ചെയ്യുന്നതിന് സാധൂകരിക്കുന്ന ഘടകങ്ങൾ, ഇതൊന്നും നൽകാതെ കപ്പൽ കമ്പനിക്ക് അനുകൂലമായ രീതിയിൽ ചാഞ്ഞും ചരിഞ്ഞും നിന്നു കൊടുത്തിട്ട് ഇത് അവസാനം അവർ നിക്കക്കളിയില്ലാതെ ഈ 1,227 കോടി രൂപ അവർ തരികയുണ്ട്. ഇത് വലിയൊരു നേട്ടമായിട്ടാണ് സർക്കാർ വൃത്തങ്ങൾ പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഈ കപ്പൽ ഇപ്പോഴും കടലിൻ്റെ അടിത്തട്ടിലുണ്ട്. കടലിൻ്റെ അടിത്തട്ടിൽ ഈ കണ്ടെയ്നറുകളുമുണ്ട്, ഈ ക്രൂഡ് ഓയിലുമുണ്ട്, അതുപോലെ തന്നെ ബങ്കർ ഓയിലും എല്ലാം അടിത്തട്ടിലുണ്ട്. മാരകമായ കെമിക്കലുകൾ അടങ്ങിയ കണ്ടെയ്നറുകളുണ്ട്. ഇതൊന്നും പുറത്തെടുക്കാൻ തന്നെ 1,200 കോടി രൂപയാണ് വേണ്ടത്. അപ്പോൾ ആ പുറത്തെടുക്കാനുള്ള ശ്രമമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ അതിൻ്റെ വകുപ്പ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ തന്നെ പറയുന്നത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത് ചെയ്യേണ്ടത്. ഇതിനിടയിൽ മാരിടൈം ബോർഡിൻ്റേതായിട്ട് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊല്ലത്ത് ഈ കണ്ടെയ്നറിൽ നിന്നും ഓയിലുകൾ നീക്കം ചെയ്തു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. അത് വിവരാവകാശ പ്രകാരം അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു വാർത്ത സാധൂകരിക്കുന്നില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഒരു ഒളിവും മറവും വെച്ചിട്ട് ഇത് നഷ്ടം ആർക്കാണ്? കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്കും കടലിനും കേരളത്തിൻ്റെ പരിസ്ഥിതിക്കുമാണ്. വിദേശ രാജ്യങ്ങളിലോ മറ്റോ ആണെങ്കിൽ ഇത്
വളരെ കൃത്യമായി നഷ്ടപരിഹാരം വാങ്ങുകയും ഈ കടലിൻ്റെ അടിത്തട്ടിലിരിക്കുന്ന അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു പ്രസക്തിയില്ല. കാരണം ഇത് ഈ MSC പോലെ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSC ഷിപ്പിംഗ് കമ്പനിയെ ചോദ്യം ചെയ്ത് ഈ തുക ഈടാക്കാനുള്ള ഒരു ആർജവം കാണിച്ചില്ല. അതുപോലെ തന്നെ ഈ കടലിൻ്റെ അടിത്തട്ടിയിരിക്കുന്ന ഈ സംഗതികൾ ഇത് നീക്കം ചെയ്ത്, അതുപോലെ തന്നെ കണ്ടെയ്നറുകൾ കേരളത്തിൻ്റെ ഈ തെക്കൻ തീരങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നീക്കം ചെയ്യുന്നതിൽ ഒരു നടപടിയും കൈക്കൊണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നഷ്ടപരിഹാര തുക കിട്ടിയത് ഒരു വലിയ നേട്ടമായി കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല. കാരണം ഇതിലും വലിയൊരു തുക കിട്ടുകയും ഇതിലും വലിയതായിട്ട് ഈ കടലിൻ്റെ അടിത്തട്ടിയിരിക്കുന്ന ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങളും ക്രൂഡ് ഓയിലും ബങ്കർ ഓയിലും കെമിക്കൽസും എല്ലാം നീക്കം ചെയ്തിരുന്നുവെങ്കിൽ ഇതൊരു നേട്ടമായി പറയാമായിരുന്നു. ഇതിൻ്റെ ഭവിഷ്യത്ത് ഭാവിയിൽ എങ്ങനെ ഏത് തരത്തിൽ നമ്മളെ ബാധിക്കുമെന്ന് ശരിക്കും കണ്ടറിയേണ്ട കാര്യമാണ്.